ഹലോ ഓൾ 2025 കീം എക്സാമിൻ്റെ റിസൾട്ട് വന്ന അന്ന് മുതൽ ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ എനിക്ക് ഡയറക്റ്റായിട്ടും ഗ്രൂപ്പിലും വന്നിട്ടുള്ളത് കീം എക്സാമിൻ്റെ അനാലിസിസും അതുപോലെ തന്നെ നോർമലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങളാണ്, കുട്ടികളുടെ കൺസേൺസ് ആണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ എക്സ്പെക്റ്റഡ് റാങ്ക് എത്രയാണ് വരാൻ പോകുന്നത്, ഏകദേശം നിങ്ങൾക്ക് എൻട്രൻസിന് എത്ര മാർക്ക് ഉണ്ട്, ബോർഡ് എക്സാമിന് ഒരു 300 ഉണ്ടെങ്കിൽ എത്ര റാങ്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു സിംഗിൾ വീഡിയോ ആണിത്. കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ കീം എഴുതിയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും അവരുടെ പാരൻസും എന്ത് ചെയ്യണം, മുഴുവനായിട്ട് കാണുക. ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ 2025 കീം എക്സാം വന്ന മുതൽ ഇന്ന് രാവിലെയും അടക്കം കുട്ടികൾ ഗ്രൂപ്പുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആക്ച്വൽ മാർക്കിനേക്കാൾ 30 മാർക്ക് കുറഞ്ഞു, 40 മാർക്ക് കുറഞ്ഞിട്ടാണ് നോർമലൈസേഷൻ മാർക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷിച്ച റാങ്കിലേക്ക് എത്തിയിട്ടില്ല. ആകെ ടെൻഷനിലാണ്. പല ആളുകളും CET-യിൽ കിട്ടുമെന്ന് വിചാരിച്ച ആളുകൾ ഈ 40 മാർക്കിന്റെ കുറവ് കാരണം ആ ഒരു ഓപ്ഷൻ കിട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും അതിൻ്റെ ഫോർമുല, അവർ ഉപയോഗിച്ചിരിക്കുന്ന മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം നേരത്തെ തന്നെ നമ്മുടെ ബ്രോഷറിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അത് എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ, ചിലപ്പോൾ നമ്മളെല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള എക്സ്പേർട്ടുകൾ വെരിഫൈ ചെയ്തിട്ടുള്ള, അപ്രൂവ് ചെയ്തിട്ടുള്ള ഫോർമുലാസ് ആണ് ഈ പറയുന്ന നോർമലൈസേഷൻ ആയാലും ഇനി ബോർഡ് എക്സാമിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ ആയാലും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വർഷത്തെ കീം എക്സാമിൽ സംഭവിച്ചത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം 400-ലധികം കുട്ടികളുടെ കീം എക്സാമുമായി ബന്ധപ്പെട്ട റിസൾട്ടിൻ്റെ ഡാറ്റ നമ്മുടെ ഒരു ഗൂഗിൾ ഫോം വഴി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾ മുഴുവനായിട്ട് എന്ത് ചെയ്തു, ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ബ്രോഷർ നോക്കിക്കഴിഞ്ഞാൽ നോർമലൈസേഷനെ കുറിച്ചും അതിൻ്റെ ഫോർമുലയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ചിലപ്പോൾ എല്ലാവർക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. കുറച്ചുകൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അറിയുന്ന ആളുകൾക്കായിരിക്കും ഇതെന്ത് ചെയ്യാൻ മനസ്സിലാവുക. എന്ന് മാത്രമല്ല, എക്സാമ്പിൾസും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ മാർക്കിന് സംഭവിച്ചത്, 27-നും 29-നും ഒക്കെ എക്സാം എഴുതിയ കുട്ടികളുടെ മാർക്കിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 എക്സാമ്പിൾസിലൂടെ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ നോർമലൈസേഷൻ എന്നുള്ളത്. അതിനാദ്യമായിട്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം, എനിക്ക് കിട്ടിയ മാർക്ക് എന്തിനാണ് 30 മാർക്ക് കുറച്ചത്, ആ കിട്ടിയ മാർക്ക് തന്നെ വെച്ച് റാങ്ക് കിട്ടാൻ പോരെ എന്നാണ് എല്ലാ കുട്ടികളും ചോദിക്കുന്നത്. ശരിയാണ്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എക്സാം എഴുതി, നിങ്ങൾ 300-ൽ 250 വാങ്ങി, അല്ലെങ്കിൽ 600-ൽ നിങ്ങൾ 400 വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ 350 അല്ലെങ്കിൽ 450 ഒക്കെ വാങ്ങിയ ആളുകളാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാർക്ക് നിങ്ങൾക്ക് 300-ൽ കിട്ടണം എന്നുള്ളതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ എക്സ്പെക്ടേഷനിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഡിഫറെൻറ്റ് ഡേറ്റുകളിലാണ് 6 എക്സാമുകൾ നടന്നു. JEE മെയിൻ പോലെ തന്നെ JEE മെയിൻ 10 എക്സാമാണ്, പിന്നെ ഒരു 9 എക്സാമാണ് സെഷൻ 2-ൽ നടന്നത്. കീമിലും അതുപോലെ 75,000-ഓളം കുട്ടികൾ പരീക്ഷ എഴുതി. അത് 6 എക്സാമുകളായിട്ടാണ് നടന്നത്. ഓരോ പരീക്ഷയിലും ഏകദേശം 15,000-ഓളം കുട്ടികളാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പം ഈ ഒരു നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നടക്കുന്നില്ല, JEE മെയിനിൽ നമുക്കൊരു പെർസെൻറ്റേജ് കൺവേർഷൻ മാത്രമാണ് അവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് പബ്ലിഷ് ചെയ്യാറേ ഇല്ല. നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടി, നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ്. പക്ഷേ കീമിൽ ഇങ്ങനെ ഒരു മാർക്കിന് ആദ്യം ഒരു നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തണം. കാരണം ആ മാർക്കിൻ്റെ കൂടെ +2 മാർക്ക് ആഡ് ചെയ്യണം, എന്നിട്ടാണ് ഫൈനൽ സ്കോർ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എൻട്രൻസ് മാർക്കിൽ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം പല ദിവസങ്ങളിലാണ് എക്സാം എഴുതുന്നത്. അതിൽ ചില പേപ്പറുകൾ ഈസിയർ ആകും, ചില പേപ്പർ ടഫ് ആകും, ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ടഫ് എക്സാമിൽ 250 വാങ്ങുന്നതും അതുപോലെ ഈസിയർ എക്സാമിൽ 250 വാങ്ങുന്നതും രണ്ടും ഈക്വലന്റ് അല്ല. നമുക്ക് അത് വെച്ചിട്ട് ഒരിക്കലും റാങ്ക് കൊടുക്കാൻ കഴിയില്ല. എക്സാം ഈസി ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മാർക്ക് കൂടുതലാകും, ആവറേജ് കൂടുതലാകും. ടഫ് ആണെങ്കിൽ എല്ലാവരുടെയും മാർക്ക് കുറയും, ആവറേജും കുറവായിരിക്കും. അപ്പം ഈ ഒരു മൊത്തം 6 എക്സാമുകൾ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് ഫെയർ ആക്കാൻ വേണ്ടി, റിസൾട്ട് ഫെയർ ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലൈസേഷൻ പ്രൊസീജിയർ ഉപയോഗിക്കുന്നത്. മാർക്കുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഹൗ അതേഴ്സ് ഡിഡ് ഇൻ യുവർ സെഷൻ. നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾ മാത്രമല്ല, ബാക്കി കുട്ടികൾ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നതിനെ കൂടെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു നോർമലൈസേഷൻ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇതിൽ മാർക്ക് കൂടിയ ആളുകളും കുറഞ്ഞ ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മാർക്കുകളെ പെർസെൻറ്റേജിലാക്കി മാറ്റും. പെർസെൻറ്റേജിൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഓൾറെഡി JEE എഴുതുന്ന ആളുകൾക്കൊക്കെ അറിയാം എന്താണ് പെർസെൻറ്റേജ് എന്നുള്ളത്. അപ്പോൾ ഈ റോ മാർക്കിനെ പെർസെൻറ്റേജിലാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു സ്കോർഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു, നിങ്ങളെക്കാൾ ഈക്വലോ അല്ലെങ്കിൽ അതിന് കുറവോ എത്ര കുട്ടികൾ സ്കോർ ചെയ്തിട്ടുണ്ട് നോക്കും. അതിനെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നേരത്തെ കണ്ട ഫോമുല വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മാറ്റിയത്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, 800 കുട്ടികൾ എക്സാം എഴുതിയാൽ അതിൽ 600 സ്കോർഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു, നിങ്ങളെക്കാൾ 600 കുട്ടികൾ നിങ്ങളെക്കാൾ കുറവ് മാർക്കാണ് വാങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയായിരിക്കും, 600/800 × 100, അതായത് 75% ആയിരിക്കും. ഇങ്ങനെയാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, പെർസെൻറ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, യൂസ് യുവർ പെർസെൻറ്റേജ് ടു പ്രെഡിക്റ്റ് യുവർ മാർക്ക് ഇൻ അതർ സെഷൻസ്. നിങ്ങളുടെ പെർസെൻറ്റേജിൽ ബാക്കി സെഷൻസിലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ സെഷൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെഷനിൽ നിങ്ങൾക്ക് കിട്ടിയത് 90%-ലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മാർക്ക് ഉണ്ട്. അപ്പോൾ ആ 90% തന്നെ കിട്ടാൻ ബാക്കി സെഷൻ 2-ലും അല്ലെങ്കിൽ 3-ാമത്തെ എക്സാമിൽ, 4-ാമത്തെ എക്സാമിൽ, 5-ാമത്തെ എക്സാമിൽ എത്ര മാർക്കാണ് വേണ്ടത് എന്നുള്ളത് ചെക്ക് ചെയ്യും. നൗ യുവർ പെർസെൻറ്റേജ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ഹൗ മച്ച് യു വുഡ് ഹാവ് സ്കോർഡ്
ഇഫ് യു റോട്ട് ദി എക്സാം ഇൻ അനദർ സെഷൻ. വേറൊരു ദിവസം പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ അതേ പെർസെൻറ്റേജ് കിട്ടാൻ നിങ്ങൾക്ക് എത്ര മാർക്കാണ് വേണ്ടിയിരുന്നത് എന്നുള്ളത് നോക്കും. എല്ലാ ഷിഫ്റ്റിലും സെപ്പറേറ്റ് ആയിട്ട് പെർസെൻറ്റേജ് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ ദിസ് ഇസ് ഡൺ യൂസിങ് ഇന്റർപൊലേഷൻ വിച്ച് ഇസ് ഫോർ ഗെസ്സിങ് യുവർ ഇക്വലന്റ് മാർക്ക് ഇൻ അനദർ സെഷൻ ബേസ്ഡ് ഓൺ സിമിലർ പെർസെൻറ്റേജ്. അപ്പോൾ ആ സെയിം പെർസെൻറ്റേജിലുള്ള 6 എക്സാമുകളിലെയും നിങ്ങൾക്ക് കിട്ടിയ പെർസെൻറ്റേജിന് അനുസരിച്ച് 6 പരീക്ഷകളിലെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് എത്രയാണെന്ന് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇഫ് യുവർ എക്സാക്ട് പെർസെൻറ്റേജ് എക്സിസ്റ്റ് ഇൻ ദി അതർ സെഷൻ, യുവർ ഇന്റർപൊലേറ്റഡ് മാർക്ക് ഈസ് ദി മാർക്ക് ദാറ്റ് മാച്ചസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ 6 പരീക്ഷകളിലെയും മാർക്ക് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇഫ് ഇറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്, ദി ആവറേജ് ബിറ്റ്വീൻ ദി ക്ലോസസ്റ്റ് പെർസെൻറ്റേജ് എബവ് ആൻഡ് ബിലോ യുവർ മാർക്ക്. അപ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജിൽ മറ്റ് പരീക്ഷകളിൽ എക്സാക്ട് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ആ മാർക്ക് എന്ത് ചെയ്യും? ആ സെഷനിൽ നിന്ന് സെലക്ട് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജിൽ തൊട്ട് മുകളിലും താഴെയുമുള്ള കറസ്പോണ്ടിങ് മാർക്ക് എടുത്തിട്ട് ആവറേജ് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഫൈനൽ നോർമലൈസ്ഡ് സ്കോർ ഇപ്പോഴും കിട്ടിയിട്ടില്ല, അതിനുവേണ്ടി എന്താ ചെയ്യുക? വൺസ് യുവർ സ്കോർ ഈസ് എസ്റ്റിമേറ്റഡ് ഫ്രം ഓൾ അതർ സെഷൻസ്, നിങ്ങളുടെ പെർസെൻറ്റേജിൽ കറസ്പോണ്ടിങ് ആയിട്ട് 6 മാർക്കുകൾ 6 പരീക്ഷകളിൽ നിന്ന് എന്ത് ചെയ്യും? നോക്കിയിട്ട് കണക്ട് ചെയ്യും. അതിനുശേഷം യുവർ ആക്ച്വൽ മാർക്കിന്റെ കൂടെ എന്ത് ചെയ്യും? ഇന്റർപൊളേറ്റഡ് മാർക്ക് ഫ്രം അതർ സെഷൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സെഷൻസ് എന്ന് വെച്ചാൽ ആവറേജ് എടുക്കുകയാണ്. നിങ്ങൾക്ക് 95% കിട്ടിയത് നിങ്ങളുടെ സെഷനിൽ. അതേ പെർസെൻറ്റേജിൽ കിട്ടാൻ 6 പരീക്ഷകളിലും എത്ര മാർക്ക് വേണം? ഒരു പരീക്ഷയിൽ വേണ്ടത് 220 ആണ്, വേറെ പരീക്ഷയിൽ 230 ആണ് വേണ്ടത്, വേറൊരു പരീക്ഷയിൽ 180 ആണ് വേണ്ടത്. ഇങ്ങനെ 6ഉം എന്ത് ചെയ്യാണ്? എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ 99% എടുക്കാം. 99% കിട്ടാൻ നിങ്ങൾ എഴുതിയ പരീക്ഷയിൽ 270 വേണ്ടി വന്നു. എന്നാൽ വേറൊരു പരീക്ഷയിൽ 240 മതി, മറ്റൊരു പരീക്ഷയിൽ 220 മതി. അത് ടഫ് എക്സാം ആയിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ പെർസെൻറ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട് 6 പരീക്ഷകളിലെയും സ്കോർ കളക്ട് ചെയ്യും. അതിൻ്റെ ആവറേജ് ആണ് നിങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ എന്ന് പറയുന്നത്. സോ യുവർ നോർമലൈസ്ഡ് സ്കോർ ആർ റൗണ്ടഡ് ടു 4 ഡെസിമൽ പ്ലേസസ്. ദീസ് ആർ യൂസ്ഡ് ഫോർ റാങ്കിങ് ഇൻ കീം, നോട്ട് യുവർ റോ മാർക്ക്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എക്സ്പേർട്ടുകൾ ഓൾറെഡി അപ്രൂവ് ചെയ്തതാണ്. ഇതിൽ ഒരു മിസ്റ്റേക്കുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല ആക്ച്വലി. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കറസ്പോണ്ടിങ് പെർസെൻറ്റേജിൽ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പരീക്ഷകളിൽ കുറച്ച് മാർക്കേ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ആ മാർക്കും നിങ്ങളുടെ മാർക്കും മൊത്തം 6 പരീക്ഷകളിലെ മാർക്കുകളുടെ ആവറേജ് ആണ് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ. അതിൽ മാത്തമാറ്റിക്കലി പ്രശ്നമൊന്നുമില്ല. അതിനനുസരിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ റാങ്ക് ചെയ്തിട്ടുള്ളത്. ഇനി ആ സ്കോർ നിങ്ങൾ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അൾട്ടിമേറ്റ്ലി പെർസെൻറ്റേജിൽ തന്നെയാണ് നിങ്ങളുടെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുക. മൊത്തം 75,000 കുട്ടികളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ എവിടെ വരുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ്? നിങ്ങളുടെ പെർസെൻറ്റേജിൽ തന്നെ അത് ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ആ പെർസെൻറ്റേജിൽ വെച്ചിട്ടാണ് ഈ നോർമലൈസ്ഡ് സ്കോർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഓൾറെഡി പെർസെൻറ്റേജ് സ്കോറിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നോർമലൈസ്ഡ് സ്കോർ ഉണ്ടാക്കി. ഇതിൻ്റെ കൂടെ ഇനി എന്ത് ചെയ്യും? ഇനി നിങ്ങൾക്കറിയാം ബോർഡ് എക്സാമിലും ഇതേ പ്രശ്നം വരും. കാരണം കേരള സിലബസ് ഉണ്ട്, CBSE ഉണ്ട്, ICSE ഉണ്ട്, പല മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ടു എൻഷുർ ഫെയർ കമ്പാരിസൺ അക്രോസ് ബോർഡ്, എ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ് ഇസ് അപ്ലൈഡ് ടു ദ +2 മാർക്ക്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇവിടെയും ഇതേ പ്രശ്നം തന്നെ സംഭവിക്കും. കാരണം എന്താണ്? ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? നമുക്ക് ഹൗ ഫാർ യുവർ മാർക്ക് ഇസ് ഫ്രം യുവർ ബോർഡ് എക്സാം ആവറേജ്. നിങ്ങളുടെ ആവറേജിൽ നിന്നും നിങ്ങളുടെ മാർക്ക് എത്രത്തോളം ഡിഫറൻറ്റ് ആണെന്നുള്ളതാണ് എന്തിൽ പരിശോധിക്കുക? ഈ പറയുന്ന ബോർഡ് എക്സാമിൽ നോക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സിലബസ്, കേരള സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ എപ്പോഴും ആവറേജ് കൂടുതലാണ്, CBSEയുടെ ആവറേജ് കുറവായിരിക്കും. അതിൻ്റേതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും കഴിഞ്ഞ വർഷം കിട്ടിയത്. ഈ വർഷം ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. Then we adjust this difference using the global average and global deviation across all boards. This results in a standardized score that is fair across all boards. അപ്പോൾ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചിട്ട് എന്താണ് ഒരു ഫൈനൽ സ്കോർ നിങ്ങൾക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് കിട്ടും. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പരീക്ഷ ഒരിക്കലും നമുക്ക് CBSEയിൽ ഒരു കുട്ടിക്ക് 600 അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടി? സ്കൂളിലെ പരീക്ഷയ്ക്ക് +2ൽ 95% കിട്ടി. എന്നാൽ സ്റ്റേറ്റ് സിലബസിലും 95% കിട്ടി. ഇത് രണ്ടും ഒരിക്കലും ഈക്വൽ ആണ് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഇക്വലൻ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡൈസേഷൻ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചാൽ മാത്രമേ റിസൾട്ട് നമുക്ക് ഫെയർ ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പരാതികളുണ്ടെന്ന് അറിയാം. പക്ഷേ നമ്മൾ ഈ അബ്സല്യൂട്ട് ആയിട്ട് നിങ്ങളുടെ എൻട്രൻസ് മാർക്കും അബ്സല്യൂട്ട് ആയിട്ട് നിങ്ങളുടെ ബോർഡ് എക്സാം മാർക്കും എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളായിരിക്കും ആ സമയത്ത് ഉണ്ടായിരിക്കാം. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പെർസെൻറ്റേജ് വേഴ്സസ് മാർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 2024-ലും 2025-ലെയും ഡാറ്റ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. 100%-ന് വേണ്ടി വന്നിട്ടുള്ള മാർക്ക് ഈ കാണുന്നതാണ്. ഓക്കെ, അതുപോലെ 99.9, 90 ഓരോരോ പെർസെൻറ്റേജിലും എത്ര നോർമലൈസ്ഡ് മാർക്കാണ് ഈ കാണുന്നത്? നോർമലൈസ്ഡ് മാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 99% കിട്ടിയ കുട്ടിയുടെ ആ പെർസെൻറ്റേജിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 6 ഷിഫ്റ്റിലെയും മാർക്കിന്റെ ആവറേജ് ആണ് ഈ കാണുന്ന 230 എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് ചിലപ്പോൾ 230 ആവണം നിർബന്ധമില്ല. അതുപോലെ തന്നെ 100%-ലും ഓരോ ഷിഫ്റ്റിലെയും ടോപ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 100% എന്ന് വിളിക്കുക. അപ്പോൾ മാർക്ക് കുറഞ്ഞ ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ 90% കിട്ടിയതിൻ്റെ 2025-ൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 128 ആണ്.
ഈ 128 നോർമലൈസ്ഡ് മാർക്ക് വന്ന കുട്ടി വിചാരിച്ചിട്ടുണ്ടാവുക ആൻസർ കീ നോക്കിയപ്പോൾ 158 കിട്ടിയിട്ടുണ്ട്, പക്ഷേ നോർമലൈസ് ചെയ്ത് വന്നപ്പോൾ 128 ഉള്ളൂ. ഇതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ 90% കറസ്പോണ്ടിങ് ആയിട്ട് 6 പരീക്ഷകളിലെയും മാർക്ക് എടുക്കും. അതിൽ ചിലത് 158 ആണ്, നിങ്ങൾക്ക് കിട്ടിയത് 158 ആണ്, ചില എക്സാമിൽ അത് 118 ആണ്, ചില എക്സാമിൽ 98 കിട്ടിയിട്ടുള്ളൂ ആ പെർസെൻറ്റേജിന്. ആ മാർക്കുകളുടെ ആവറേജ് ആണ് നിങ്ങൾക്ക് 128 എന്ന് പറയുന്ന നോർമലൈസ്ഡ് സ്കോർ ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ വർഷവും കഴിഞ്ഞ വർഷത്തെയും കമ്പാരിസൺ ആണ് ബിറ്റ്വീൻ പെർസെൻറ്റേജ് ആൻഡ് മാർക്ക്. അതുപോലെ തന്നെ ഇനി പറയുന്ന ക്വസ്റ്റ്യൻസിന്റെ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണോ ഇതിന് കാരണം എന്ന് പലരും ആലോചിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ലോജിക്കലി തന്നെ അതിനുള്ള സൊല്യൂഷൻസ് ആക്ച്വലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും പരീക്ഷയിൽ എത്ര ക്വസ്റ്റ്യൻസ് വീതമാണ് ഡിലീറ്റഡ് ആയിട്ടുള്ളത്. അതിൽ തന്നെ ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫുൾ മാർക്ക് കൊടുക്കുകയല്ല ചെയ്യുക. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കറക്ഷൻ ഫാക്ടർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് തരിക. അണ്ടർസ്റ്റുഡ്? അതായത് നമുക്കിപ്പോൾ ഓരോരുത്തർ 71 ക്വസ്റ്റ്യൻസ് ആണ് എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ക്യാൻസൽ ചെയ്ത ചോദ്യങ്ങളുടെ മാർക്ക് ഓരോരുത്തർ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് തരിക. അല്ലാതെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, 4 ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അതിന് 16 മാർക്ക് എന്ന രൂപത്തിൽ കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി എക്സ്പെക്റ്റഡ് റാങ്കും സ്കോറും നോക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചിട്ടുള്ളത്. ഒരു 588 ആൻഡ് എബവ്, ഫൈനലി 600 നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് 5 റാങ്കിൻ്റെ ഉള്ളിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. 585 മുകളിൽ എത്തുകയാണെങ്കിൽ നമ്മൾ ടോപ്പ് 10 റാങ്കിൻ്റെ ഉള്ളിൽ എത്താൻ സാധിക്കും. 580 ആൻഡ് എബവ് ആണെന്നുണ്ടെങ്കിൽ ഇത് ടോട്ടലാണ് കേട്ടോ. നമ്മുടെ 600 എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമലൈസ്ഡ് സ്കോർ, എൻട്രൻസിലെ നോർമലൈസ്ഡ് സ്കോറും ബോർഡ് എക്സാമിന്റെ 300 കൺവേർട്ട് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് സ്കോറും കൂടെ ആഡ് ചെയ്തിട്ട് ഫൈനലി 600 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ 575 മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 26-നും 50-നും ഇടയിലും റാങ്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 565 ആൻഡ് എബവ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്, 100-ന്റെ ഉള്ളിൽ കടക്കാൻ സാധ്യതയുണ്ട്. ഇനി ടോട്ടൽ സ്കോർ 555 ആണെങ്കിൽ 200-ന്റെ ഉള്ളിൽ 100 ആൻഡ് 200-ന്റെ ഇടയിൽ വരും. 525 ആണെങ്കിൽ 500-നും 200-ന്റെ ഇടയ്ക്കായിരിക്കും. 500 അപ്പുറത്തേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000-ന്റെ ഉള്ളിൽ തന്നെ കയറാൻ സാധിക്കും. അതുപോലെ 470 മുതൽ അങ്ങോട്ടുള്ള ആ ഒരു റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ 1000 ആൻഡ് 2000 ആയിരിക്കും. 450 എത്തുകയാണെങ്കിൽ ബിറ്റ്വീൻ 2 and 3K. അതുപോലെ തന്നെ 440-ക്കും 450-ലും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഏകദേശം 3 to 4K ആകും. അതുപോലെ 425 എന്ന് പറയുന്ന ടോട്ടൽ 600 സ്കോറിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിറ്റ്വീൻ 4K and 5K റാങ്കിലെത്തും. ഇനി നമ്മൾ താഴേക്ക് പോകുകയാണെങ്കിൽ ഈ കാണുന്ന പോലെ തന്നെ ഒരു 375 എൻട്രൻസിലെ മാർക്കും +2-ന്റെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 375 അറൗണ്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റാങ്ക് ബിറ്റ്വീൻ ഏതായിരിക്കും, 9,000-നും 10,000-നും ഇടക്കായിരിക്കും ഉണ്ടാവുക. ഇനി താഴേക്ക് പോകുന്നതിനനുസരിച്ച് അഗൈൻ ഇതെന്ത് ചെയ്യും, കൂടി വരും. ടോട്ടൽ 75,000 കുട്ടികളാണ് ഈ വർഷത്തെ കീം എക്സാം എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനിയും താഴേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ 365 ആണെന്നുണ്ടെങ്കിൽ എവിടെ എത്തും, 10,000-നും 11,000-നും ഇടയിലെത്തും. അതുപോലെ 360 ആണെന്നുണ്ടെങ്കിൽ 11,000-നും 12,000-നും ഇടയിലെത്തും. ഇനി ഒരു 15,000-ന്റെ ഉള്ളിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ടോട്ടൽ സ്കോർ 345-ന്റെ അടുത്തെങ്കിലും വേണം. അതുപോലെ വീണ്ടും താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു 20,000-ന്റെ ഉള്ളിൽ കീമിന്റെ റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 320-ന്റെ അടുത്ത് ടോട്ടൽ സ്കോർ ഉണ്ടായിരിക്കണം. ആൻഡ് 50,000 എന്ന് പറയുന്ന യൂഷ്വലി 50,000 ആളുകളൊക്കെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവാറുള്ളത്. അതിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 225-ഓളം മാർക്കാണ് നമുക്ക് വേണ്ടി വരിക. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. +2 മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ റാങ്ക് പബ്ലിഷ് ചെയ്യുക. ആ റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കാം, അഡ്മിഷൻസ് എല്ലാം കൺഫേം ചെയ്യാൻ സാധിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഒരു ഗൂഗിൾ ഫോമിലൂടെ 400-ലധികം കുട്ടികളുടെ കീമിന്റെ മാർക്കും അവർ പ്രതീക്ഷിച്ച മാർക്കും നോർമലൈസ്ഡ് സ്കോറും പെർസെന്റേജിലും ഒക്കെ കളക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ശരിയാണ്, 27-നും 29-നും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം 27-നും 29-നും പരീക്ഷ ചെയ്ത കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് അഫക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലിൽ വന്നിട്ടുള്ള ഒരു വേരിയേഷൻ തന്നെ ആയിരിക്കണം. ആ 2 എക്സാമുകൾ പ്രോബബ്ലി ഈസിയർ ആയിട്ടുണ്ടാകും. ഓക്കെ, ബാക്കി പരീക്ഷകളൊക്കെ കുറച്ചും കൂടെ ടഫറാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു പെർസെൻറ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റ് പരീക്ഷകളിലെ മാർക്കും നിങ്ങളുടെ മാർക്കും കൂടെ ആഡ് ചെയ്ത് ആവറേജ് ചെയ്തപ്പം അത് താഴേക്ക് വന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫെയർ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇനി കൂടുതൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ റേഞ്ച് ആൻഡ് എക്സ്പെക്റ്റഡ് കേരള റാങ്ക് എത്രയാണ് വരിക എന്നുള്ളത് ഓരോ മാർക്കിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ഇതാണ് ഈ വർഷത്തെ പെർസെൻറ്റേജ് വേഴ്സസ് നോർമലൈസ്ഡ് സ്കോർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. തുടർന്നും കീമുമായി ബന്ധപ്പെട്ട് JEE-യുടെ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, കമന്റ് ചെയ്യാം. നിങ്ങളുടെ കീം എഴുതിയ 75,000 കുട്ടികളിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എല്ലാ ദിവസവും നോക്കും എത്ര വ്യൂ ആയി എന്നുള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കുക. ആൻഡ് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.